ഏതു അവൻ അവളുടെ കാലയിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. ഇനി തൊട്ടുപോകരുത് ഇച്ചായ എന്നെ. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. ഇച്ചായന് ഞാനൊരു പൊട്ടിയായിട്ട് തോന്നുന്നുണ്ടോ? ഏ? അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. പറയ് ഇച്ചായ, എന്നെ വെറൊരു പൊട്ടിയായിട്ട് ഇച്ചായന് തോന്നുന്നുണ്ടോ? അവൾ വീണ്ടും ചോദിച്ചു. ഏതു? അവൻ വീണ്ടും വിളിച്ചു. മതി മതി ഇച്ചായ ഈ അഭിനയം. ഇങ്ങനെ നല്ലവനെ പോലെ എൻ്റെ മുൻപിൽ അഭിനയിക്കാതെ ഇച്ചായ. എനിക്കെല്ലാം കൂടി ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ ദയനീയമായിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു വശത്ത് ഇച്ചായൻ പറയുന്നു അന്ന് എന്നെ അത് ഇച്ചായനാണെന്ന്, ഈസു ഇച്ചായൻ്റെ ചോരയാണെന്ന്. മറുവശത്ത് എൻ്റെ മനസ്സ് പറയുന്നു ഇച്ചായൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. ഏതാ സത്യം ഏതാ കള്ളമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ എൻ്റെ തലയാണെ പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നുക. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ചാർലി ഒന്നും മിണ്ടാതെ വല്ലാത്ത ദയനീയതയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അവൻ്റെ ആ നോട്ടത്തിൽ കുറ്റബോധവും സങ്കടവും മാത്രമല്ല, മറ്റെന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്താ ഇച്ചായ ഒന്നും മിണ്ടാത്തത്? ഇച്ചായൻ അതിനൊന്നും ഉത്തരം എന്നോട് പറയാനില്ലേ? ഇത്രയും കാലം എൻ്റെ ഇസു ആദത്തിൻ്റെ കുഞ്ഞാണെന്ന് കരുതി ഞാൻ ജീവിച്ചു. ഇപ്പം ഇച്ചായൻ പറയുന്നത് ഇച്ചായൻ്റെ കുഞ്ഞാണെന്ന്. പക്ഷേ ഇച്ചായൻ്റെ സ്വഭാവം അറിയാവുന്ന എനിക്ക് ഇച്ചായൻ അങ്ങനെ എന്നോട് ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെൻ്റെ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇത്രയും വർഷം നമ്മൾ ഒരുമിച്ച് ഈ മുറിയിൽ ഒന്നിച്ച് താമസിച്ചിട്ട് ഒരു തവണയെങ്കിലും ഈ എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? എൻ്റെ അവസ്ഥയിൽ ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇച്ചാൻ ഇതൊന്നും എന്നോട് പറയാൻ തോന്നിയില്ലല്ലോ. അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതു നീ പറയുന്നതൊന്ന് കേൾക്ക്. ചാർലി അവളെ സമാധാനിപ്പിക്കാനായി ദയനീയമായി അരികിലേക്ക് വന്നു. കേൾക്കില്ല, എനിക്കൊന്നും കേൾക്കണ്ട. അവൾ ഭ്രാന്ത് പിടിച്ചതുപോലെ നിലവിളിച്ചു. മേശപ്പുറത്തിരുന്ന ഫ്ലവർ വേസും മറ്റു സാധനങ്ങളും ഒക്കെ അവള് വലിച്ചെറിയാൻ തുടങ്ങി. ഷീതു, അവൻ വീണ്ടും വിളിച്ചു. എന്നാൽ അവൾക്ക് സ്വയം ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇറങ്ങിപ്പോ ഇവിടുന്ന്, എൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോ. എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് ആരെയും വേണ്ട. അവൾ റൂമിലെ സാധനങ്ങളൊക്കെ തല്ലിപ്പൊളിക്കാനും വലിച്ചെറിയാനും തുടങ്ങി. അപ്പേ? കട്ടിലിരുന്ന കുഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. അവളുടെ കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പി. ഷീതുവിൻ്റെ പ്രവൃത്തി കണ്ട കുഞ്ഞ് കരയാനായി തുടങ്ങി. ഷീതു, അവൻ ദേഷ്യത്തോടെ വിളിച്ചു. അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് വലിച്ച് അവൻ കട്ടിലിലേക്ക് തള്ളിയിട്ടു. നിനക്ക് എന്താടി പുല്ലേ, ഭ്രാന്താണോ? കൊച്ചു കരയുന്നത് കണ്ടില്ലേ? അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി ചോദിച്ചു. അവളാണെങ്കിൽ നിറഞ്ഞ കണ്ണുകളോടെ, അതിലുപരി അരിശത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഹോ, അവള് കരഞ്ഞപ്പോൾ ഇച്ചായന് നോവുന്നുണ്ടല്ലേ? സ്വന്തം കുഞ്ഞല്ലേ, എങ്ങനെ നോവാതിരിക്കും? അവൾ ദേഷ്യത്താൽ ചോദിച്ചു. നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അത് കേട്ടാ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അവൾ അതിനൊന്നും മിണ്ടിയില്ല. അവളുടെ ആ വാക്കുകൾ അവൻ്റെ നെഞ്ചിൽ കുത്തിക്കയറുന്നത് പോലെ അവന് തോന്നി. എന്താ കുഞ്ഞായതുകൊണ്ട് മാത്രമാണ് കുഞ്ഞ് കരഞ്ഞപ്പോൾ അവന് സങ്കടമുണ്ടായത് എന്നൊരു ധ്വനി അവളുടെ സംസാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. നീ എന്താടി പറഞ്ഞത്? അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. അവൾ നിറഞ്ഞ മിഴികളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവരുടെ മുറിയിൽ നിന്നുള്ള കടുത്ത ബഹളവും സാധനങ്ങളും പൊട്ടുന്ന ശബ്ദവും കേട്ടിട്ടാണ് താഴെ ഹാളിലിരുന്ന അപ്പനും മമ്മിയും ക്രിസ്റ്റിയും റയാനും ഓടി മുകളിലേക്ക് ചെന്നത്. റയാൻ മുറി തുറന്ന് അകത്തേക്ക് കയറി. എന്താടാ, എന്താ ഇവിടെ? അവൻ്റെ മമ്മി ചോദിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് കയറി വന്നതും താഴെ ചിന്നിച്ചിതറി പൊട്ടിക്കിടക്കുന്ന ഫ്ലവർ വേസും ഈതുവിൻ്റെ രൂപവും ചാർലിയുടെ നിസ്സഹായ അവസ്ഥയും എല്ലാം അവർ ഒറ്റ നോട്ടത്തിൽ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അവർ മാത്രമല്ല, അവരുടെ പുറകിലായിട്ട് കയറി വന്ന പപ്പയും ക്രിസ്റ്റിയും ഒക്കെ അവരുടെ ആ പെരുമാറ്റത്തിൽ ആകെ വണ്ടറടിച്ച് നിൽക്കുകയായിരുന്നു. റയാൻ ഓടിച്ചെന്ന് കട്ടിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ എടുത്തു. അയ്യോ, എന്താ മോളെ ഇത്? അവളുടെ വല്ലാത്ത ഭാവം കണ്ട് മമ്മി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു. ക്രിസ്റ്റിയും റയാനും പരസ്പരം നോക്കി. അവരൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു രംഗം ആ വീട്ടിൽ കാണുന്നത്, പ്രത്യേകിച്ച് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ. രയാപ്പേ, ചീത്തു അപ്പേ വക്കു പൊഞ്ഞു. കുഞ്ഞ് അവനെ നോക്കി പരാതി പോലെ പറഞ്ഞു. എന്താടാ ഇതൊക്കെ? ക്രിസ്റ്റി അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ചാർലി ആണേൽ അവളുടെ ഭാവമാറ്റത്തിലും മറ്റും ആകെ പകച്ചു നിൽക്കുകയായിരുന്നു. ഇത്രയും നാളും പാവം പോലെ ഇരുന്നൊരു പെണ്ണ് താനവളെ ചതിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവളിലുണ്ടായ ആ മാറ്റം, സ്വന്തം കുഞ്ഞായതുകൊണ്ട് മാത്രമാണ് അവനിൽ വിഷമം ഉണ്ടാക്കിയതെന്നുള്ള സംസാരം, അതൊന്നും തന്നെ അവന് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലേ, എന്താ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം? ഞങ്ങൾക്കാണെങ്കിലൊന്നും മനസ്സിലാവുന്നില്ല. എന്താണേലും തുറന്നു പറയും. കാര്യം അറിയാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? പപ്പയും അവളെ നോക്കി ചോദിച്ചു. എന്നാൽ അവൾ അതിൻ്റെ മറുപടി ഒന്നും പറയാതെ കുനിഞ്ഞു തന്നെ ഇരിക്കുകയായിരുന്നു. ചാർലി, നീ എങ്കിലും പറയേ. ഇങ്ങനെ ഒന്നും പറയാതെ നിങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കിയാൽ എങ്ങനെയാ? മമ്മി അവനെ നോക്കി ചോദിച്ചു.
എന്നാൽ അവനും അതൊക്കെ എങ്ങനെ അവരോട് പറയണമെന്നറിയില്ലായിരുന്നു. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല എന്ന് മനസ്സിലാക്കി അവർ പരസ്പരം നോക്കി. എന്തായി ജയ, ഇവരോടൊന്നും പറയുന്നില്ലേ? അവനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവൾ അവനെ നോക്കി ചോദിച്ചു. എന്താ മോളെ ഇതൊക്കെ? മമ്മി വീണ്ടും അവളെ നോക്കി വിളിച്ചു. മമ്മി, ഇത്രയും നാളും ഇച്ചായൻ നമ്മളെയൊക്കെ ചതിക്കുകയായിരുന്നു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാവരും പരസ്പരം നോക്കി. ആർക്കും ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് ഇപ്പം എന്താ നാവിറങ്ങിപ്പോയോ? അവൾ വീണ്ടും അവനെ നോക്കി ചോദിച്ചു. ഇത്രയും കാലം ഷീതുവിനെ സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയ ചാർലി അവളെ ചതിച്ചു എന്ന് കേട്ടതും എന്തോ സംഭവം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. എന്താ മോളെ ഇത്? നീ എന്തൊക്കെയാ പറയുന്നേ? പപ്പ അവളെ നോക്കി വീണ്ടും ചോദിച്ചു. മമ്മി. ഷീതു പെട്ടെന്ന് എഴുന്നേറ്റ് മമ്മിയുടെ കൈകളിൽ പിടിച്ചു. വേണ്ട, ഞാൻ പറയാം. ചാർലി പെട്ടെന്ന് പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കായി. തെറ്റ് ചെയ്തു എന്നല്ലേ ഇവള് പറഞ്ഞത്? ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് ഞാൻ തന്നെ പറയാം. അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. അപ്പനും അമ്മയും ക്രിസ്റ്റിയും റയാനും ശ്വാസം അടക്കി പിടിച്ചാണ് അവനെ നോക്കിയത്. ഇസു എൻ്റെ മകളാണ്, ആദത്തിൻ്റെ അല്ല. ഇടുത്തി പോലെയാണ് അവൻ്റെ ആ വാക്കുകൾ എല്ലാവരുടെയും കാതിൽ ചെന്ന് പതിച്ചിരുന്നത്. എന്താ നീ എന്തൊക്കെയായി ചാർലി പറയുന്നത്? മമ്മി അവനെ നോക്കി ചോദിച്ചു. ഞാൻ സത്യം തന്നെയാ പറയുന്നത്. ആദത്തിന് ഇസുവിൻ്റെ മേൽ ഒരു അധികാരവുമില്ല. അവളിലുള്ള പൂർണ്ണ അവകാശം അതെനിക്ക് മാത്രമേ ഉള്ളൂ. കാരണം അവൾ എൻ്റെ ചോരയാ. ചാർലി പറയുന്നത് കേട്ട് ആർക്കും ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഷീതുവിനോടും ആദത്തിനോടും അവൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഒന്നുകൂടി എല്ലാവരോടും അവൻ പറഞ്ഞിരുന്നു. ഷീതു ആണെങ്കിൽ അതവൻ പറഞ്ഞവസാനിപ്പിച്ചപ്പോഴേക്കും കരഞ്ഞുപോയി. ചാർലി! ക്രിസ്റ്റി ദയനീയമായി അവനെ വിളിച്ചു. എടാ, കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ഇത്രയും നാളും എൻ്റെ മനസ്സിൽ ഞാൻ മറച്ചു വെച്ച സത്യങ്ങളാണിതൊക്കെ. എനിക്ക് മറച്ചു വെക്കേണ്ടി വന്നു. സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പം ഇതൊക്കെ നിങ്ങളോട് തുറന്നു പറയണമെന്ന് തോന്നി. പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടും. ഇവളും കുഞ്ഞും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ തുറന്നു പറഞ്ഞത്. ചാർലി അത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അവൻ്റെ മമ്മിയുടെ കൈകൾ അവൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു. ഒരു പെണ്ണിൻ്റെ അബോധാവസ്ഥ മുതലെടുക്കാൻ എങ്ങനെ തോന്നിയതാ നിനക്ക്? നിന്നെയാണോ ഞാൻ പ്രസവിച്ച് വളർത്തിയത്? മമ്മി ദേഷ്യത്തോടെ അവനെ നോക്കി ചോദിച്ചു. എന്താ നീ കാണിക്കുന്നേ? അവനൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞില്ലേ? മദ്യത്തിൻ്റെ പുറത്തെ അറിയാതെ ചെയ്തു പോയതാ. തെറ്റ് ചെയ്തതെന്ന് അവനെ ബോധ്യമുള്ളതുകൊണ്ടല്ലേ അവനത് ഏറ്റു പറഞ്ഞത്. പപ്പ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇതാണോ അബദ്ധം? ഇതുകൊണ്ടാണോ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഇവ മദ്യം കൈകൊണ്ട് തൊടാത്തത്? ഒരിക്കൽ അബദ്ധം പറ്റിയതുപോലെ ഇനി ആവർത്തിക്കുമെന്ന് പേടിച്ചിട്ടാണോ? അവൻ്റെ മമ്മി ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവരോടെല്ലാവരോടുമായിട്ട് ചോദിച്ചു. ചാർലി അപ്പോഴും ഒന്നും തന്നെ മിണ്ടിയില്ല. ക്രിസ്റ്റിയും റയാനും എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാത്ത നിസ്സഹായതയോടെ നോക്കി നിന്നു. അവനൊന്നും തന്നെ മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ അവൻ എല്ലാവരുടെയും മുഖത്തേക്ക് ഒന്ന് നോക്കിയതിനു ശേഷം അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചേട്ടായി! റയാൻ പുറകിൽ നിന്നും അവനെ വിളിച്ചു. എന്നാൽ അവൻ കേൾക്കാൻ തയ്യാറായില്ല. ഷീതു കട്ടിലിലേക്ക് തളർന്നിരുന്നു പോയി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം താൻ ജീവിച്ച ജീവിതം ഒരു വലിയ കള്ളത്തിൻ്റെ പുറത്തായിരുന്നോ എന്ന ചിന്ത അവളുടെ മനസ്സിനെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരുന്നു. അവളുടെ അവസ്ഥ കണ്ട് മമ്മിയുടെ നെഞ്ച് പൊട്ടി. മമ്മി പതുക്കെ അവളുടെ അരികിലേക്ക് നടന്നു ചെന്ന് കട്ടിലിലേക്കിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ മമ്മി ഷീതുവിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോളെ! അവരുടെ ശബ്ദം ഇടറി. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു തവണയെങ്കിലും ഇച്ചായൻ എന്നോടൊന്ന് തുറന്നു പറഞ്ഞുകൂടായിരുന്നു മമ്മി? ഇവൾ ഇച്ചായൻ്റെ മകളാണെന്ന് എന്നോട് ഒരു വട്ടമെങ്കിലും. അവൾ അതും പറഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. കരയല്ലേ മോളെ? നീ ഇങ്ങനെ കരഞ്ഞ അസുഖങ്ങളൊന്നും വരുത്തി വെക്കല്ലേ. ദേ കുഞ്ഞ് നിന്നെ നോക്കി വിഷമിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് മമ്മി പറഞ്ഞു. അത് കേട്ടതും അവൾ കുഞ്ഞിനെ എടുത്ത് മടിയിലേക്കിരുത്തി. അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. എന്തിനാ മമ്മി ഇച്ചായൻ എന്നോടിത് ചെയ്തത്? ഞാൻ ദൈവത്തെപ്പോലെ വിശ്വസിച്ചതല്ലേ ഇച്ചായനെ. എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു തന്ന ആളാ ഇച്ചായനെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടും എന്നെ ഇങ്ങനെ ചതിക്കാൻ എങ്ങനെ തോന്നി മമ്മി? അവൾ കരഞ്ഞുകൊണ്ട് അവരോട് ചോദിച്ചു. മമ്മിക്കറിയാം മോളെ. മമ്മിക്ക് നിന്റെ സങ്കടം മനസ്സിലാകുന്നുണ്ട്. മമ്മി അവളുടെ തലയിൽ പതുക്കെ തലോടി കണ്ണുനീർ തുടച്ചു. ചെയ്തത് ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ്. ഒരിക്കലും എൻ്റെ മകനാണെന്ന് കരുതി അവനെ ന്യായീകരിച്ച് ഞാൻ സംസാരിക്കില്ല. അവരും തിരികെ അവളോട് പറഞ്ഞു. മോളെ, ഇസു അവളിനി ആരുടെ ചോരയാണെങ്കിലും, മതത്തിൻ്റെ ആണെങ്കിലും അല്ല എൻ്റെ മകൻ്റെ ആണെങ്കിലും, അവൾ ഈ പുലിക്കളത്തിൽ തറവാട്ടിലെ കുഞ്ഞാണ്. നീ ഞങ്ങളുടെ മരുമകളും അല്ല മകളും. എന്നാളും നമ്മളെല്ലാവരും കരുതിയിരുന്നത് അവൾ ആദത്തിൻ്റെ ചോരയാണെന്നാ. എന്നാൽ ഇന്ന് അതല്ല, അതെൻ്റെ മകൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ അവൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്നറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോൾ ഒരിക്കലും അവനെ വെറുക്കരുത്.
മമ്മി അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ആശ്വസിപ്പിച്ചു. മമ്മിയുടെ ആ സ്നേഹത്തോടെയുള്ള വാക്കുകളും തലോടലും ഇതുവിൻ്റെ ഉള്ളിലെ കനലിന് ചെറിയൊരു ആശ്വാസം നൽകി. എങ്കിലും ചാർലി തന്നോട് ചെയ്തതായി പറയുന്ന ആ ചതിയുടെ ആഴം അവളുടെ മനസ്സിൽ നിന്നും അത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒന്നായിരുന്നില്ല. അവൾ മമ്മിയുടെ മടിയിലേക്ക് തല ചായ്ച്ച് കണ്ണുകൾ അടച്ചു കിടന്നു.